ഏഴാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 57 മണ്ഡലങ്ങൾ ജനവിധി തേടുന്ന അവസാന ഘട്ടത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് ഇരു മുന്നണികളും. അതേസമയം പഞ്ചാബിലടക്കം കർഷക സമരം ശക്തമാകുന്നത് BJPക്ക് കനത്ത വെല്ലുവിളിയായി മാറുകയാണ്. ഇപ്പോൾ സ്വാതിയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഈ വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത്. സ്വാതി, പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഏഴാം ഘട്ടത്തെ സംബന്ധിച്ച്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ചൂട് അതിൻ്റെ പരമാവധിയിൽ നിൽക്കുകയാണ്. വല്ലാത്തൊരു കഷ്ടപ്പാട് പിടിച്ച സമയമാണ് അല്ലേ? തീർച്ചയായും ശരത്, തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് ഒരു വശത്ത് നടക്കുമ്പോൾ കഠിനമായ ചൂട് താങ്ങാൻ വയ്യാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഉത്തരേന്ത്യയിലും ഒക്കെയും. കഴിഞ്ഞ ദിവസം അടക്കം റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണ്. എന്തായാലും പ്രചരണ ചൂടിൽ ഇങ്ങനെ മുന്നണികൾ കടുത്ത ആവേശത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യ മുന്നണി ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഏഴാം ഘട്ടവും അവസാന ഘട്ടവും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 57 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ഇതിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ബാക്കി വരുന്നത് 7 സംസ്ഥാനങ്ങളാണ്. എന്തായാലും വലിയ പ്രചാരണ ചൂടിൽ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും. ദേശീയ നേതാക്കളടക്കം വിവിധ മണ്ഡലങ്ങളിലെത്തി പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെയും കെജ്രിവാൾ അടക്കം പഞ്ചാബിൽ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലാണ്. അങ്ങനെ വിവിധ നേതാക്കൾ വിവിധ ഇടങ്ങളിൽ പ്രചരണം നടത്തുമ്പോൾ ആദ്യഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവൊക്കെ നമുക്കറിയാം. ഓരോ ഘട്ടം കഴിയുമ്പോഴും BJPക്ക് തിരിച്ചടിയായി പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറയുകയാണ്. ഏറ്റവും ഒടുവിലെ കഴിഞ്ഞ, അതായത് 6ാം ഘട്ടത്തിൽ 61% പോളിംഗ് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായ എല്ലാ വോട്ടെടുപ്പ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് പോളിംഗ് ആണ് ഏറ്റവും ഒടുവിൽ, അതായത് 6ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഈ 6ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് ഇന്ത്യ മുന്നണി വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ 7ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് പഞ്ചാബുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് CPMന് ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. SFIയുടെയൊക്കെ യുവ നേതൃത്വമൊക്കെ മത്സര രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. വനിതാ പ്രതിനിധികളുണ്ട്, വനിതാ സ്ഥാനാർത്ഥികൾ കൊൽക്കത്തയിലെ വിവിധ ഇടങ്ങളിൽ എന്തായാലും മത്സര രംഗത്തുണ്ട്.